ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പൊട്ടറ്റോ ഫ്രൈഡേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 പൊട്ടറ്റോ തോലെല്ലാം കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് വരണം. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ കട്ട് ചെയ്യുന്നത് അധികം കനത്തിലുമല്ല അധികം നൈസാക്കിയിട്ടുമല്ല. അപ്പോൾ ഇതേപോലെ നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളത് കട്ട് ചെയ്തെടുക്കണം. എന്നാലാണ് ഈ വലിപ്പത്തിൽ നീളത്തിലും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ പൊട്ടറ്റോയും ഞാൻ അതവിടെ കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലേ, ഐസൊക്കെ ഉള്ള നമ്മൾ തണുത്ത വെള്ളം, ഇതൊരു അരമണിക്കൂർ ആ തണുത്ത വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് തീ ലോ ഫ്ലെയിമിലിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു അല്പം വാളം പുളി ചെറിയ 2-3 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതായത് നമ്മൾക്ക് ഈ മസാലയ്ക്ക് ഒരു ചാട്ട് മസാലയുടെ ടേസ്റ്റ് ഉണ്ടാവും. അതിനാണ് ഈ പുളിയെല്ലാം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒറിജിനൽ ചാട്ട് മസാലയല്ല, അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു സ്പൂണ് മല്ലി ഇട്ട് കൊടുക്കാം. ഒരു 8 വറ്റൽ മുളക്, അത് കാശ്മീരി മുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് തന്നെയാണ്. ഇതിപ്പോൾ 2ആയി കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലി, മുളക്, ഇഞ്ചി, പുളി ആയി. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കുക. ഒന്ന് ചെറുതായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 15 കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകം. ഇത്രയും എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചെറിയ ജീരകം, വലിയ ജീരകം, കുരുമുളക്, മല്ലി, മുളക്, ഇഞ്ചി, അല്പം പുളി, ഇതെല്ലാം കൂടി നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകരുത്. അപ്പോൾ അതെല്ലാം റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇപ്പോൾ നമ്മൾക്ക് നേരത്തെ ഐസ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ആ പൊട്ടറ്റോ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് അതൊന്ന് വെള്ളം വാർത്ത് വെക്കണം. ഒന്ന് വെള്ളം വാർത്ത് വരുമ്പോഴേക്കും നമ്മൾക്ക് ആ മസാലപ്പൊടികളൊന്ന് പൊടിച്ച് വരാം. അതിനായിട്ട് ഒരു പൊടിക്കുന്ന ജാറിലേക്ക് ആ മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർത്താണ് നമ്മൾ പൊടിക്കുന്നത്. അപ്പോൾ ഇത് നല്ല കണ്ടീഷനായിട്ട് ഇതാ പൊടിച്ച് വന്നിട്ടുണ്ട്. അല്പം തരിതരിപ്പായിട്ട് തന്നെ പൊടിക്കുക. ഇനി നമ്മൾ ആ സ്ട്രെയിനറിൽ നിന്ന് ആ പൊട്ടറ്റോ പീസ് എടുത്ത് ഇതേമാതിരി ഒരു കോട്ടണിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമുള്ളതൊക്കെ ഇതേപോലെ ഒന്ന് ഒപ്പിയെടുക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റായ ഈ ഒരു പൊട്ടറ്റോ ഫ്രൈ കിട്ടുള്ളൂ. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ആ പൊട്ടറ്റോ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. നല്ലൊരു മസാല സ്റ്റൈലുള്ള നല്ലൊരു പൊട്ടറ്റോ ഫ്രൈ ആവും. പൊട്ടറ്റോ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് വേണ്ടത് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മസാലപ്പൊടികളിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതിന് കണക്കാക്കി ഇതിലും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഉപ്പ് നമ്മൾക്ക് കറക്റ്റായി വരും. അതുകൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതൊരു 7 മിനിറ്റ് അടച്ച് വയ്ക്കണം. ആ എണ്ണയിലും ഉപ്പിലും ആ പൊട്ടറ്റോയിലെ വെള്ളത്തിലും ആവിയിലത് നല്ലതുപോലെ വെന്ത് വരട്ടെ. 7 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും അല്പം ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് തീ കുറച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് വേണ്ട മറ്റുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു അല്പം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് അതേമാതിരി ഒരു 1/4 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കളറിനും കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് എരിവെല്ലാം നല്ല മസാലയിൽ തന്നെ അതിലുണ്ടാവും. മുളക് പൊടി കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മസാലപ്പൊടികൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇപ്പം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരല്പം മസാലപ്പൊടി ബാലൻസ് ഉണ്ട്, അത് നമ്മൾ വേറെ എന്ത് കറിക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതേപോലെ പൊടിച്ച് വെച്ചിരുന്നാൽ കുറേ കാലം നമ്മൾക്കത് ഉപയോഗിക്കാൻ പറ്റും. അതുകൂടി ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ അടിപൊളി പൊട്ടറ്റോ ഫ്രൈ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആൻഡ് സ്പൈസി ആയിട്ടില്ലേ. തൈര് സാദത്തിൻ്റെ കൂടെ രസത്തിൻ്റെ കൂടെയൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം പൊട്ടറ്റോ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ടുള്ള പൊട്ടറ്റോ മസാല ഫ്രൈ ആണ്.
അതൊന്ന് വേറെ പാത്രത്തിലേക്ക് ഇതാ പകർത്തി കൊടുത്തു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇപ്പോൾ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട്, അതുകൂടി ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അടിപൊളി മസാല പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ചോറിൻ്റെ കൂടെ നല്ല ചൂട് രസവും അതിൻ്റെ കൂടെ ഈ ഒരു പൊട്ടറ്റോ ഫ്രൈയും ആണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും പറ്റും. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.